ജാതി സെൻസസിനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ആനന്ദ് ശർമ്മ തൊഴിലില്ലായ്മയ്ക്കും നിലവിലുള്ള പ്രശ്നങ്ങൾക്കും ജാതി സെൻസസ് പരിഹാരമല്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആനന്ദ് ശർമ്മ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് കത്തയച്ചു. അരവിന്ദ് വീണ്ടും ചേരുന്നു. അരവിന്ദ്, എന്താണ് ആനന്ദ് ശർമ്മ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം? വിശദാംശങ്ങൾ എന്ത്? സൈഫുദ്ദീൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാതി സെൻസസ് ഒരു മുഖ്യ പ്രചാരണ ആയുധമാക്കി മുന്നോട്ട് പോകുവാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നത്. അതേസമയം തന്നെയാണ് ഈ ജാതി സെൻസസിനെ എതിർത്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ ആനന്ദ് ശർമ്മ, കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ പ്രവർത്തക സമിതി അംഗവുമായ ആനന്ദ് ശർമ്മ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും ആനന്ദ് ശർമ്മ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ജാതി സെൻസസ് തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പൈതൃക അനാദരിക്കുന്നതായി തെറ്റിദ്ധരിക്കപ്പെടുമെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ജാതി സെൻസസ് എന്ന് പറയുന്നത് പാർട്ടി നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്നും ഇത്തരത്തിൽ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധി അടക്കം ഭാരത് ജോഡോ ന്യായയാത്ര വേളയിലെല്ലാം ജാതി സെൻസസ് ഉയർത്തിയാണ് പ്രചാരണം നടത്തിയത്. ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന മുദ്രാവാക്യം കഴിഞ്ഞ മാസങ്ങളിലടക്കം ഇന്ത്യ സഖ്യം അടക്കം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ടൊരു ശബ്ദം ഉയർന്നു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ആനന്ദ് ശർമ്മയാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. പ്രധാനമായും ഈ കത്തിൽ മറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ജാതി രാഷ്ട്രീയം കാലങ്ങളായി പിന്തുടരുന്നവരാണ്. രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പുകളിൽ ജാതി ഉയർത്തുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തങ്ങൾക്ക് ഗുണമാകില്ല. ഇതുകൂടാതെ തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കാരണമാകില്ലെന്നുമാണ് ഇപ്പോൾ ആനന്ദ് ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി അരവിന്ദ്.